മഹാശിവരാത്രി ഒരുപക്ഷെ ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും ആഘോഷത്തോടെ കൊണ്ടാടുന്നത് പ്രയാഗ്രാജിലാണ്. കഴിഞ്ഞ ജനുവരി 13 ആരംഭിച്ച മഹാകുംഭമേള ഇന്ന് സമാപിക്കുകയാണ്. അഞ്ചാമത്തെ അമൃത സ്നാനത്തിനായി വലിയ തിരക്കാണ് ഇന്ന് പ്രയാഗ്രാജിൽ അനുഭവപ്പെടുന്നത്. പ്രയാഗ്രാജിൽ നിന്ന് നമ്മളോടൊപ്പം ഞങ്ങളുടെ പ്രതിനിധി കൃഷ്ണേന്ദു നായർ ചേരുന്നുണ്ട്. കൃഷ്ണേന്ദു, ഗുഡ് മോർണിംഗ്. ഒരുപക്ഷെ ഇന്നത്തെ ദിവസം എത്താൻ കഴിയുന്നതിൽ ഏറ്റവും മനോഹരമായൊരു സ്ഥലത്താണ് കൃഷ്ണേന്ദു ഉള്ളത്. ഇന്ന് കുംഭമേളയുടെ അവസാനം മഹാശിവരാത്രി എത്രത്തോളം മനോഹരമാണ് പ്രയാഗ്രാജ്? ഇതുവരെയുള്ള കണക്കുകൾ വെച്ച് ഏകദേശം 67 കോടി ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഇന്നലെ മാത്രം 65 ആയിരുന്നു. ആൻഡ് ഇന്നലത്തെ ഒരു ദിവസം അവർ എക്സ്പെക്ട് ചെയ്ത് 2 കോടിയാണ്. അപ്പം ഇന്നത്തെയും കൂടെ വെച്ചിട്ട് 67 കോടിയോളമാണ് ആൾക്കാർ വന്നിട്ടുള്ളത്. അപ്പം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, സാധാരണഗതിയിൽ സ്ത്രീകളുടെ ഒരു പാർട്ടിസിപ്പേഷൻ കുറച്ചു കാലം മുന്നേ വരെ ഭയങ്കര കുറവായിരുന്നു. പക്ഷെ ഇന്നിപ്പം അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷനും അതനുസരിച്ച് ഭയങ്കരമായിട്ടും കൂടിയിട്ടുണ്ട്. ആൻഡ് മാനേജ്മെന്റിന്റെ കാര്യം നമ്മൾ എടുത്ത് പറയാനുള്ളൊരു സംഭവമാണ്. കാര്യം ഇത്രയും ആൾക്കാർ വരുമ്പം അറ്റ് എ ടൈം ഇത്രയും പേരെ മാനേജ് ചെയ്യാന്ന് പറയുന്ന ഒരു ഭയങ്കര സംഭവമാണ്. നമ്മളത് ശരിക്കും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവർ ഈ ബാക്കിയുള്ള ട്രാൻസ്പോർട്ടേഷൻ എല്ലാം കട്ട് ചെയ്തിട്ട് ആൾക്കാരെ നടക്കാൻ മാത്രമാണ് സമ്മതിക്കുന്നത്. ഒരുപാട് കിലോമീറ്ററുകൾക്ക് ബാക്കിൽ വെച്ച് തന്നെ ഇവർ ബാക്കി വണ്ടികളും, അതായത് റിക്ഷയും മോട്ടോർ ബൈക്സും ആണ് ഇവിടെ കൂടുതൽ പോകുന്നത്. അതെല്ലാം കട്ട് ചെയ്തിട്ട് എല്ലാവരും നടക്കുകയാണ്. ഇവിടെ നിന്ന് ഇനിയും ഏകദേശം ഒരു 2 കിലോമീറ്റർ പോകണം ഈ ത്രിവേണി സംഗമം. അവിടെയാണ് ആ മെയിൻ സ്നാനം ഉള്ളത്. അപ്പോൾ നമുക്കിനി അങ്ങോട്ടേക്ക് പോവാം. ഇവിടുന്ന് ഇപ്പം നല്ല തിരക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മളും ഇനി അങ്ങോട്ടേക്ക് ഫോളോ ചെയ്യാൻ പോവാണ്. ശരിക്കും ഇന്നലെ വരെയുള്ള കണക്കുകൾ വെച്ചിട്ട്, അതായത് ഇന്ന് എക്സ്പെക്ട് ചെയ്യുന്നതും കൂടെ വെച്ചിട്ട് 67 കോടിയാണ് ആൾക്കാർ ഇവിടെ വന്ന് ഹോളിഡേ എടുത്തിട്ട് പോയി, അല്ലെങ്കിൽ ഇത് വിസിറ്റ് ചെയ്ത് ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 67 കോടിയാണ്. അതായത് ഇന്ത്യയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഏകദേശം 144 കോടിയാണ്. അപ്പോൾ അത് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ഇത് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ലോകമെമ്പാടും നിന്നുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഒരുപാട് പേര് ഇതുപോലെ കാണുന്നുണ്ട്. നോർത്തിലുള്ള ആൾക്കാർ മാത്രമല്ല, നമ്മളെ പോലെ സൗത്ത് നിന്ന് വന്നവരുണ്ട്, ഇന്ത്യയുടെ പുറത്തുനിന്ന് വന്നവരുണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാർ ഈ പ്രായം, അതുപോലെ ജെൻഡർ, അങ്ങനെ ഒരു ബയാസസും ഇല്ലാതെയാണ് ആൾക്കാർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനിയിപ്പോ ഈ ഒരു സ്നാനത്തിന്റെ തിരക്കും ബാക്കി കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇന്നത്തെ ദിവസം ഈ കുംഭമേള അവസാനിക്കുകയാണ്. ജനുവരി 13 തുടങ്ങിയതാണ്. ഇന്ന് അവസാനത്തെ ദിവസവും ഏറ്റവും പ്രധാനമായ സ്നാനങ്ങളിൽ ഒന്ന് നടക്കുന്ന ദിവസമാണ്, ശിവരാത്രിയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ തിരക്ക് എത്രത്തോളം ഉണ്ട് കൃഷ്ണേന്ദു അവിടെ? നമ്മളിപ്പോ ഗംഗാഘാട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഗംഗാഘാട്ട് ക്രോസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ സംഗം സ്ഥലത്തേക്ക് പോകേണ്ടത്. ഈ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ നടക്കണം. അപ്പം നമ്മൾ ഇന്നലെയൊക്കെ രാത്രി വന്നപ്പോഴത്തേക്കും നല്ല തിരക്കുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ശിവരാത്രിയാണ്. അപ്പോൾ ഇന്നലെ രാത്രി വന്നപ്പോൾ നമുക്ക് റിക്ഷയിലോ ബൈക്കിലോ ഒക്കെ നമുക്ക് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോകാം. പക്ഷെ ഇന്നിപ്പോൾ അങ്ങനെ ഒരു പരിപാടി നടക്കില്ല. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാം, ഈ വരുന്ന ആൾക്കാരൊക്കെ ഈ ഒരു സ്നാനത്തിന് വേണ്ടി, അതായത് ഇന്നിപ്പോൾ ശിവരാത്രി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഓസ്പീഷ്യസ് ആണ്. അപ്പോൾ ഈ ഒരു, അതായത് ഇന്ന് ഫിഷിംഗ് ഡേ, അതുപോലെ തന്നെ ശിവരാത്രിയുമാണല്ലോ. അപ്പോൾ ഇതിന്റെ ഈ ഒരു ഓസ്പീഷ്യസ് ആയിട്ടുള്ള ആ ഒരു ഡിപ്പിന് വേണ്ടി, അതായത് ഈ മുങ്ങിയുള്ള കുളിക്ക് വേണ്ടി ആൾക്കാർ സംഗം സ്ഥലത്തേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ തന്നെ താമസിക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ തന്നെ ഈ നിയർ ബൈ ആയിട്ട് ഓരോ സെക്ടേഴ്സിലും ഇഷ്ടം പോലെ ടെന്റ് ഉണ്ട്. ഈ ടെന്റ് എന്നുള്ളവരും ഉണ്ട്. അതുപോലെ നമ്മളെയൊക്കെ പോലെ പുറത്ത് താമസിച്ചിട്ട് ഇതിനു വേണ്ടി മാത്രം വരുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ മോർണിംഗ് ഒരു ഡിപ്പ് ഉണ്ടായിരുന്നു, ഈ ഒരു ബ്രഹ്മമുഹൂർത്തം, അങ്ങനത്തെ ഒരു ഡിപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാർ ഇതിലുണ്ട്. ഇനി അങ്ങോട്ടേക്ക് പോകുന്ന ആൾക്കാരും ഉണ്ട് ഈ ഒരു ഭാഗത്തായിട്ട്. മഹാശിവരാത്രി ദിവസം പ്രയാഗ്രാജിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്നത്തോടെ ഏറ്റവും പാവനമെന്ന് വിശ്വാസികൾ കരുതുന്ന മഹാകുംഭമേളയ്ക്ക് 144 വർഷത്തെ പ്രത്യേകതയുള്ള, അതിൽ ഏറ്റവും പ്രത്യേകതയുള്ള കുംഭമേളയാണ് ഇത്തവണത്തേത് എന്നാണ് പറയുന്നത്. അവിടെ 60 കോടിയിലേറെ ജനങ്ങൾ എത്തിയെന്നാണ് ഔദ്യോഗികമായി UP സർക്കാർ പറയുന്ന കണക്ക്. എന്തായാലും നേരത്തെ കൃഷ്ണേന്ദു പറഞ്ഞതുപോലെ ജാതി മത ഭേദങ്ങൾ, പ്രായ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ എത്രയോ മനുഷ്യന്മാരെത്തി മടങ്ങി പ്രയാഗ്രാജിൽ നിന്ന്. ഇന്ന് അതിൻ്റെ അവസാന ദിവസമാണ്, അവിടുത്തെ ഏറ്റവും വിശേഷ ദിവസമാണ്.